സോറി, എന്നെ കാണാമെന്ന് അറിയില്ല, കാരണം ലൈറ്റ് ഇടാൻ വയ്യാത്തോണ്ടാ. അപ്പം നാളെ എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ട്, എന്തായാലും ഒരു ലോങ് വീഡിയോ ആണിത്. അപ്പം നാളെ കസിൻസും കാര്യങ്ങളൊക്കെ വരും. അപ്പം നല്ലൊരു കിടക്കാച്ച വീഡിയോ ആണ്. ഇപ്പം രാത്രി സമയം 10:07 അപ്പം നാളെ എന്തായാലും ഒന്ന് കാണണേ. ലോങ് വീഡിയോ ആണ്. അപ്പം എന്തായാലും ഒന്ന് കണ്ടു നോക്ക്, ഇഷ്ടപ്പെടും വിശ്വസിക്കുന്നു. കാരണം കസിൻസും കാര്യങ്ങളൊക്കെ വരണം, നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റുമെന്ന് ശ്രമിക്കുന്നു. അപ്പം എന്തായാലും പോയി വീഡിയോ കണ്ടിട്ട് വാ. ഗജപ്പം അമ്മൂമ്മയും കാര്യങ്ങളൊക്കെ വന്നു. അമ്മമ്മയും ചേച്ചിമാരും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. ஆழி சூழ்ந்த உலகிலே யாவும் அழகாச்சே, வயதை மீறிய வாழ்விலே சிறு கவிதை உருவாச்சே, விரலினை தாண்டிடும் நகமென இவன் பாசமே கிரீடமா ഭാരമാ പൊരിയുമാ. എന്താ പരിപാടി? പറ, എന്താ പരിപാടി? പറഞ്ഞ ഫോണിൽ എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? ഒട്ടുതരടാ, മധുരമൊക്കെ തിന്ന് ചോറ് തിന്നാണ്ടാവും. ഇതെങ്ങനെ പൊട്ടിക്കുക? ഇൻട്രോ പറ. ഹലോ ഗൈസ് പറ. ഹലോ ഗൈസ്. ഹലോ ഗൈസ്. എന്റെ പേരെന്താണ്? എന്നോട് റിജിൽ കൃഷ്ണ. എന്താ കൃഷ്ണ? റിജിൽ കൃഷ്ണ. എന്താണ് ചേച്ചിന്റെ പറഞ്ഞാളാ? നിങ്ങൾക്ക് എന്താ കണ്ടിട്ട് തോന്നുന്നത് പറഞ്ഞ കമന്റ് അയക്കാൻ പറ. നിങ്ങൾക്ക് എന്താ കണ്ടിട്ട് തോന്നുന്നത് കമന്റ് അയക്കും. ഇത് നമ്മൾ എവിടേക്കാ പോണ്? നമ്മൾ പോകുന്നത് ചിറ്റൂരിക്ക്. അത് അവിടെയാണ്. അത് എവിടെയാ പോണ്? അത് ചിറ്റൂര് കല്ലായിക്കൊമ്പ്. കല്ലായിക്കൊമ്പാ? കൊടുമ്പ്. കൊടുമ്പ്. കല്ലായിക്കൊമ്പ് പോവല്ലേ? മേമന്റെ മോൻ. അതാ നേരത്തെ കാണിച്ച കുരിപ്പിന്റെ പാട്ടായി അല്ലേ? പേരൊന്നും നമ്മുടെ കുരിപ്പ് എന്തൊക്കെയോ വരച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഫാന്റാസ്റ്റിക് അല്ലേ? എന്താ ഉദ്ദേശിച്ചത്? താങ്കൾ എന്താ ഉദ്ദേശിച്ചേ? കൃഷ്ണൻ. കൃഷ്ണനാ ഉദ്ദേശിച്ചത്? നമ്മളിനി എങ്ങോട്ടാ പോണ്? ഓ, ചിറ്റോടിക്കാൻ പോണ്. അപ്പൊ അവിടെ പോയിട്ട് ഇത് വരുന്നതായിരിക്കട്ടാ. കേട്ടല്ലോ, ബാഗ് കേട്ടോ. സോറി മിനിറ്റ്. ഞാൻ അപ്പൊ ഇവരെക്കാളും വലിയ തെരുവിട്ടിട്ട് വീഴാൻ പോന്നു. എന്തായാലും ഒന്ന് കുളത്തിൽ പോയിട്ട് വരാൻ വിചാരിച്ചു. ചെറുപ്പാ അപ്പൊ മാറ്റിട്ട് പിന്നെ ഒരു അംഗം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങുന്നില്ല. റിജു കുളത്തിൽ പോയിട്ട് ഇതിനൊന്ന് കുളം കാണാൻ പറയുന്നുണ്ട് അല്ലേ? കുളം കണ്ടിട്ട് ഇപ്പൊ എന്തിനാണ്? അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ടൂർ. എന്തായാലും കുളം പോവാം. നമുക്ക് എന്തായാലും ഇവന്റെ വീട്ടിലേക്ക് എനിക്കൊന്ന് പോകണം. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇത്രയായ സ്ഥിതിക്ക് എന്താ സംഭവം എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായതൊന്ന് കമന്റ് ചെയ്യട്ടാ. പോലെ ഇപ്പൊ വണ്ടി വരും ഗൈസ്. ഇവന് ഭയങ്കര ദുർവാശിയാണ്. നമുക്ക് വണ്ടി ഇപ്പൊ വരും. പിന്നെ കുളം കാണാൻ പോണവേ. വേറെ ചെരുപ്പതി വേറെ ഇങ്ങോട്ട് വന്നിരിക്കാണ്. ദുർവാശിക്കാരനാട്ടോ നീ. പക്ഷെ ഒരു കുഴമുണ്ട്, നമുക്ക് കളി വെക്കാൻ കഴിഞ്ഞാൽ നല്ല കുട്ടിയാവും. ഇപ്പൊ കണ്ട അവന്റെ ചെരുപ്പ് ഇട്ടിട്ട് വന്നിരിക്കുന്നു. നേരത്തെ ഇടാൻ പറഞ്ഞപ്പോ കേട്ടില്ല. വീട്ടിലിരിക്കുമ്പോ അപ്പൊ എന്തായാലും നമുക്ക് യാത്ര ചെയ്യുമ്പോ കാണാട്ടോ. அர்ஜுனர் வில்லு ஹரிச்சந்திர சொல்லு இவனோட தில்லு பொய்க்காது. இதனைய கொல்லு இமயத்தை வெல்லு உனக்கு ஒரு எல்லை கிடையாது. யாரோ யாருவனோ ஒரு நீரோ தீயோ யார் அறிவார். ஆளும் வேறிவனோ அதை அசைத்து பார்க்க யார் வருவார். ஓ
എവിടെ എത്തി? തറവാടിയിലെത്തി. ഇനി ഇവിടെ നേരെ എന്റെ വീട്ടിൽ പോയിട്ട് വേണം അവിടുന്ന് വ്ലോഗ് എടുത്ത് നമ്മ രാത്രി. അതെ, നാളെ ഫുൾ ഡേ അവിടെ ഇരുന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും ഇങ്ങോട്ട് വരും. അപ്പം ഒരു പാൻറ് എടുക്കണം. ഇപ്പൊ ഷർട്ട് എടുത്തിട്ടുണ്ട്, ഷർട്ടും പാൻറ്റും എടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു പാൻറ്റും കൂടി എടുത്തിട്ട് നാളെ ഫുൾ ചില്ലാണ് നമ്മളവിടെ. അപ്പൊ എന്തായാലും നമുക്ക് ഇവന്റെ വീട് എത്തിട്ട് കാണാട്ടാ. ബൈ. അപ്പൊ നമ്മൾ എത്തിക്കഴിഞ്ഞു. അതെ, എന്റെ വീട്ടിൽ നമ്മൾ എത്തി. അപ്പുറത്തെ ആൾക്കാർക്ക് ഉണ്ട്. എടാ കാലം ഉറക്കണം. അപ്പൊ നമുക്ക് തുറന്ന് ഉള്ളിലേക്ക് പോവാം. സ്കൂള് അങ്ങനെയാണ്. അപ്പം ബുക്ക് ഒന്നും എടുത്തില്ല ഗൈസ്. അപ്പൊ അകത്ത് കയറി ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റി ഒരു സുഖം. പിന്നെ ഡ്രസ്സ് മാറ്റിയപ്പോൾ ഒരു സുഖം കഴിച്ചു. പിന്നെ അകത്ത് വന്ന് സൈക്കിളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വന്ന് തോട്ടി നിൽക്കി നല്ല സെറ്റാണ്. ഓ, ഈ ചെക്കന്മാരെ കൊണ്ട്. പിന്നെ കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ടോയ്സ് ഉണ്ട്. പിന്നെ കുറേ ടോയ്സ് സഞ്ചിയിൽ ഇവന്മാർ ടോയ്സിൻ്റെ ഒരു ഇതാണ്. അപ്പം ഗൈസ് ഇനി നാളെ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. ഋതു, ഞാൻ നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു ട്രഷർ ഹണ്ട് തരാം. ഞാൻ നിൽക്ക്, ഞാൻ പറഞ്ഞുതരാം, സംഭവം പറഞ്ഞുതരാം. ഞാൻ കേക്ക് ഇങ്ങോട്ട് വാ. ഞാൻ റൂമിലായിട്ട് ഈ 50 രൂപ ഒളിപ്പിച്ച് വയ്ക്കും. 50 രൂപ 50 രൂപ വേണ്ട, ഞാൻ കുറച്ചൊരു എമൗണ്ട് കൂട്ടാം. ഗൈസ് ഇവന് നമ്മൾ കളിക്കാൻ കൂട്ടുണ്ട് കേട്ടാ, കളിക്കാനൊക്കെ കൂട്ടുണ്ട് കേട്ടാ. ഈ 50 രൂപ നീ കണ്ടുപിടിച്ച് ഈ 50 രൂപ നിനക്ക് സ്വന്തം. ഓക്കെ എടല്ലേ? ആ ഓക്കെ അല്ലേ? ഓക്കെ ഗൈസ്. അപ്പം നമ്മൾ നോട്ടൊന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഋതു ബാ, ഈ നോട്ട് നമ്മുടെ മറ്റേ റൂമില്ലേ അവിടെ ഞാൻ ഒളിപ്പിച്ച് വയ്ക്കും. അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം. ഞാൻ ആ റൂമിൽ പോയി ഒളിപ്പിച്ചിട്ട് വരും. ആ ഒളിപ്പിച്ചിട്ടൊന്ന് ഈ 100 രൂപ കണ്ടുപിടിച്ചാൽ ഈ 100 രൂപേൻ്റെ നോട്ട് നിൽക്കും കേട്ടോ. ഇത് അനിയൻ്റെയാണ്. അപ്പം നമുക്കത് വലിയ കാര്യത്തിൽ ഒളിപ്പിക്കണ്ട. ഇത് റിജുവിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്. പൈസ കണ്ടുപിടിക്കുന്ന ആൾക്ക് ആ പൈസ കിട്ടും കേട്ടാ. പൊക്കോ. വേറെ റൂമില് നിനക്ക് 100 രൂപ, അവൻ 50 രൂപയാണ്. ഈ റൂം ഋതു 50 രൂപ കണ്ടുപിടിച്ചാൽ അത് നിനക്കില്ല. ഋജു നിനക്ക് 100 രൂപ ഇല്ല. സുല്ലിട്ടാ തോറ്റുട്ടാ. സമയം 5 മിനിറ്റ് ആണ്. ടൈമർ വെച്ചിട്ടില്ല. ഗൈസ് വെറുതെ പട്ടിച്ചോ. 2 മിനിറ്റേ ഉള്ളൂ. ഇപ്പൊ സമയം 5:08 ആയിട്ടുണ്ട്. 5:10 ആകുമ്പോഴേക്കും കണ്ടുപിടിച്ചേരണം കേട്ടോ. 5:10 ആകുമ്പോഴേക്കും കണ്ടുപിടിച്ചേരണം. ചുമ്മാ ഒരു ചലഞ്ച്. ഋതു 50 രൂപ കണ്ടുപിടിച്ചാൽ നിൽക്കില്ല. അതൊന്നും പറയുന്നില്ല. ഋജുവിന് മതിയായെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഋതു മാത്രം ചലഞ്ചിനുള്ളൂ. ഇതാ ഋജുവിന് പൈസ. ഇത് ഋജുവിൻ്റെ പൈസ കേട്ടാ. ഋതു 100 കണ്ടുപിടിക്കണം. എന്താ പ്രശ്നം? കൊടുക്കാണ്. അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല. സമയം പായി. എടാ സമയം കഴിഞ്ഞു. സമയം ഇങ്ങോട്ട് വാ, കാണിച്ചു തരാം എവിടെയാണ്. സമയം കഴിഞ്ഞു. കമോൺ. നിങ്ങളിവിടെ ശരിക്കും നോക്കണ്ടേ? ഇതാ പൈസ ഇവിടെ. ഇതാ പൈസ. ഓക്കെ, ഇനി മേമൻ്റെ വീട്ടിലത്തെ വലിയൊരു വ്യൂ ആണ് കാണാൻ പോകുന്നത്. അവിടെ പോയി നിന്നാൽ നമ്മളെ ചിലപ്പോൾ കാറ്റ് പറത്തി വിട്ടിക്കും. സൂപ്പറാണ്. അവിടെ കുളിക്കാനൊക്കെ സൂപ്പർ. കുളിക്കാനല്ല, കളിക്കാൻ. എന്താ നോക്ക് ഇവിടുത്തെ. ഇത് വെറും പട്ടിഷോ. നോക്ക്, ഇത് ഇവൻ്റെ അമ്മൻ്റെ പഴയ കേട് വന്ന ഫോൺ. ഓണാവും കൂടി ഇല്ലതാ. വെറുതെ കള്ളത്തിനാണല്ലേ കള്ള. ഇതാണ് ഗൈസ് വ്യൂ. അയ്യോ ഇതേ നോക്ക്, ഫുൾ സൂപ്പറാണ്. കണ്ടാ, പൊള്ളിയാണ്. ആ ഗൈസ് അവിടെ വെള്ളമുണ്ട്. കണ്ടാ, അവിടെയാണ് നമ്മൾ അന്ന് പോയത്. നമ്മളല്ല അന്ന്. വെള്ളത്തിൽ എന്തുണ്ട്? പൂച്ച മരിച്ചു പോയി. നീ കണ്ടിട്ടുണ്ടോ പൂച്ചനെ? ആ ഗൈസ് ഇവിടെ സൂപ്പറാണ് കേട്ടാ.
ഇവിടെ ഒരു രക്ഷയില്ല, അടിപൊളിയാണ് ഇവിടെ. ഇവിടെ മോളി വന്ന് കളിക്കാൻ. പക്ഷെ താഴെ ഓടി കളിച്ചാൽ താഴെ നല്ല എഫക്റ്റാണ്. നീ ഇവിടെ ഓടി കളിക്കോടാ. ഓ ഗൈസ്, ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ട് ഇന്നിപ്പോ ഇപ്പം പറയുവാ എനിക്ക് ഫോൺ വേണം. ഫോൺ വേണടാ. തരില്ലടാ. ഇതാണ് ഗൈസ്, എന്നെ എഡിറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. എന്താ എഡിറ്റ് ചെയ്യാൻ സമ്മതിക്കാത്ത? ഗൈസ്, ക്യാമറ ക്ലാരിറ്റി ഉണ്ടാവില്ല. ഇപ്പം വെറുതെ വാശി പിടിക്കും. നോക്ക്, ഈ സാധനം അവന് കൊടുക്കുക പറഞ്ഞപ്പോ അവന് ഭയങ്കര ജാടാണ് ഗൈസ്. എന്ത് പറയാനാ ഗൈസ്? അതന്നെ കുടിക്കണോ? കുടിക്കേ. തുപ്പല്ലേ തുപ്പല്ലേ. അവൻ ഫ്രൂട്ടി കുടിച്ചിട്ട് ഗൈസ്, അവൻ തുപ്പി ഗൈസ്. എന്ത് ചെയ്യാനാ? അവന് ഫോൺ വേണം പറയുന്നുണ്ട്, കൊടുക്കട്ടെ. എന്നിട്ട് രാത്രി ആകുമ്പോൾ ഒന്ന് എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കട്ടെ. പിന്നെ ഫുട്ബോൾ കളിക്കട്ടെ കുറച്ച്. അതായത് ചെയ്യട്ടെ. ഇവിടെ ഫുട്ബോൾ ഉണ്ട്. കുറേ നേരം ഞാനും കൂടി വോളിബോൾ കളിച്ചാണ്. കുറേ നേരം കളിച്ചാണ്. പിന്നെ ക്ഷീണിച്ച് കൈമൊക്കെ കഴുകി എഡിറ്റ് ചെയ്യാൻ വന്നിരുന്നത്. ഇവ നോക്കുക ഇവിടെ ക്ലിയർ ഇല്ലടാ. ഈ കുരിപ്പ് കണ്ടോ ഗൈസ്? പൊട്ടനായിട്ട് അഭിനയിക്കുകയും ചെയ്യും. സൈക്കിൾ കൊണ്ട് നടക്കുന്ന കളിക്കുന്ന സമയത്ത് അവൻ അത് നേരെ സമയത്ത് എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ കഴിക്കണം, കിടക്കണം. അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇവിടെ വെച്ച് നിൽക്കില്ലേ? അതെ, ശരിക്കത്തെ വൈബ് നാളെയാണ്. എന്തായാലും നിങ്ങൾ എന്തായാലും നാളത്തെ വീഡിയോ ഇന്ന് നമ്മൾ വന്നിട്ട് അങ്ങനെ ഒന്നും ചെയ്തില്ല. നാളെ ഫുൾ ചില്ലായിരിക്കും. പൊള്ളിയാക്കുന്ന പൊള്ളിയാക്കില്ലേ? ഇവിടെ അങ്ങോട്ട് ഇട്ട് ഞങ്ങൾ ഓട്ടോറിക്ഷ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാറിന്റെ തോക്കാടാ റിജു. ഇതാ കാറിന്റെ തോക്കാണ്. കാറിന്റെ തോക്കാണ്. ഇതിവിടെ തോടം തുടങ്ങിയത്. ഇവിടെ ആക്രി കച്ചവടമാണ് കഴിച്ചു. ഇവിടെ തോക്ക് അതുപോലെ എന്തായാലും ഇപ്പോൾ കുറെ എണീച്ച് രാത്രി 3 മണിക്കാണ് കഴിച്ച് കിടന്നുറങ്ങിയത്. അപ്പോൾ എണീച്ച് പല ചായ കുടിച്ച് ചെയ്ത് ഒന്നും ചെയ്തില്ല. പിന്നെ അപ്പോഴേക്കും കൊടുക്കാൻ തുടങ്ങി. ഇപ്പം നല്ല സൂപ്പറാണ്. ഇനിയിപ്പം ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ല സോറി ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കണമെന്നുണ്ട്. ഞാൻ മാത്രമല്ല, അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാൻ വിചാരിച്ചു. അതിൻ്റെ കൂടെ എടുക്കാൻ കിട്ടുകയാണെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ എടുക്കണ്ടെന്നാണ് ഒരു ഇത്. അപ്പോൾ എടുക്കാം അല്ലേ, മാക്സിമം എടുക്കാൻ ശ്രമിക്കും. അതിൻ്റെ കൂടെ എടുക്കണ ഒരു ഇതല്ല, പക്ഷെ അവർ കോമാളത്തെ നിൽക്കില്ലായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സ് എടുക്കാൻ ചില്ലാണെന്ന് വൈബ് മൊത്തം. എന്തായാലും ഒന്ന് കുളിച്ചൊക്കെ ഒരുങ്ങി പരിപാടി അല്ല എന്ത് പരിപാടി? അതെ പാർക്ക് കണ്ടോ നിങ്ങൾ? ധൈര്യം ഉണ്ടെങ്കിൽ പോയി. അപ്പൊ നമുക്ക് അതിന് വേണ്ടി ഗൈസ് ഇനി അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം
എൻ്റെ ക്യാമറ, അതായത് എൻ്റെ ഫോണ് ബൾജായി, ബാറ്ററി ബൾജായിട്ട് ഡിസ്പ്ലേ അടിച്ചു പോയി. അങ്ങനെ പണിയായത് കാരണം ബാക്കിയുള്ള വീഡിയോസ് എടുക്കാൻ പറ്റില്ല. അപ്പം ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോയി. ഞാൻ അത് ഡേ ഫിഷ് ഫ്രൈ ആയിരുന്നു. രാവിലെ എണീച്ച് നല്ല സെറ്റ് വൈബിൽ കുറേ ഫുട്ബോളും വോളിബോളും ഒക്കെ ഞങ്ങൾ അവിടെ കളിച്ച് തിമർത്ത് നേരെ നമ്മൾ വണ്ടർവീൽ ഗണപതിയിൽ ഡ്രസ്സ് എടുക്കാൻ പോയി. അവിടുത്തെ ഒരു 6 മണിക്കാണെങ്കിൽ ഒരു 8 മണിയാകുമ്പോൾ വീടെത്തി. 4 മണിക്കാണെങ്കിൽ ഒരു 7 മണിക്കോ വീടെത്തി ഒരു പാൻറ് എടുക്കാൻ കേട്ടോ. അപ്പം പിന്നെ അങ്ങനെ നല്ല ചില്ലായിരുന്നു. ബാക്കിയുള്ളവർ എനിക്ക് ഇടാൻ പറ്റില്ല. ദെൻ സോറി. അപ്പം അടുത്ത വീഡിയോ കാണാം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടാ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.